ചില കടകളിൽ ഇത് ഒറിജിനൽ പോത്താണ്, ചില കടകളിൽ ഇങ്ങനെ പോത്തിന്റെ തലയൊക്കെ വെച്ചിട്ട് പറ്റിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കടയിൽ ഒറിജിനൽ സാധനമാണ് കൊടുക്കുന്നത്. തലയും വാലും എല്ലാം കാണിച്ച് ഒറിജിനൽ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വിശ്വസിച്ച് പോത്ത് മേടിക്കാം. നിങ്ങൾക്ക് നല്ല ഫ്രഷ് പോത്ത് വേണമെങ്കിൽ നമ്മുടെ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? കരിക്കോട് ജംഗ്ഷനിൽ പഴയ മാർക്കറ്റിലാണ് നമ്മുടെ കട. നിങ്ങൾക്ക് ഫ്രഷ് പോത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ മറക്കരുത്. കരിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലം കരിക്കോട് TKM കോളേജിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കട വരുന്നത്. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പോത്ത് ലിവർ ഫ്രൈ ആണ്. വെറൈറ്റി ആയിട്ട് റെഡിയാക്കാൻ പോകുന്ന പോത്ത് ലിവർ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ലിവർ മേടിക്കാനായിട്ട് ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. പോയിട്ട് വരാം. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ആലോചിച്ചു, ഇന്ന് സൺഡേ വെറൈറ്റി ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കിന്ന് എന്തുകൊണ്ട് പോത്ത് ലിവർ ഫ്രൈ ചെയ്തുവിടാം. അപ്പോൾ അവിടെ പോകുന്നതും ചെറിയൊരു മിനി വ്ലോഗ് ആയിട്ടൊക്കെയാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ. കുറെ നാളെ ഞങ്ങള് ഇപ്പോൾ സൺഡേയിൽ നിന്ന് നമ്മൾ ലിവർ പോത്ത് ഫ്രൈ ഒക്കെ ചെയ്ത് കുറേ നാളായി. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോത്ത് ലിവർ മേടിക്കാൻ അവിടെ എത്തിയത്. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിനകത്തുള്ള വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മള് ലിവർ 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളിയിനകത്തുള്ള വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മള് ലിവർ 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് 1/2 മണിക്കൂറോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് കോരി മാറ്റാം. ഉള്ളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. സവാളയാണ്, നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് സവാള ഇട്ടെടുക്കാം. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സവാള വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് കൊച്ചുള്ളിയാണ്. ഇനി ഇടാൻ പോകുന്നത് പച്ചമുളക്, കുറച്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞത്. ഇനി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആക്കിയതാണ്. ഇടാൻ പോകുന്നത് ഉള്ളി സവാള വറുത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല.
1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ആണ് മുളക് പൊടി ഇടുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. തുറക്കാം. വെറൈറ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. അതിന്റെ മണം ഇവിടം വരെ അടിക്കുന്നുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള കിടുക്കൻ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.